ഇടുക്കിയിലേക്ക് പോകാം. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കെ ജയചന്ദ്രൻ ഉടുമ്പൻചോലയിൽ മത്സരിക്കുന്നതിൽ ഇടുക്കി ജില്ലാ നേതൃത്വത്തിന് അതൃപ്തി. വിജയസാധ്യത എം മണിക്കെന്നാണ് വിലയിരുത്തൽ. എം മണി അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ജില്ലാ നേതൃത്വം വിലയിരുത്തുന്നു. വിജയസാധ്യത മാത്രം പരിഗണിച്ച് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയത് എം മണിയുടെ പേര് മാത്രമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ കെ ജയചന്ദ്രനെ നേതൃത്വം പരിഗണിക്കുകയായിരുന്നു. രാഹുൽ സുരേഷ് ചേരുന്നു. രാഹുൽ, കെ ജയചന്ദ്രനെതിരെ ഒരുപാട് എതിർപ്പുകളുണ്ടോ പ്രാദേശിക തലത്തിൽ? എം മണി തന്നെ വേണമെന്ന് വാശി പിടിക്കുകയാണോ? റോഷ്നി, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ വിജയം മാത്രമാണ് പരിഗണിക്കുന്നത് എന്നതാണ് CPM നേതൃത്വം പറയുന്നത്. അപ്പോഴും ഉടുമ്പൻചോല മണ്ഡലത്തിൽ എം മണിക്ക് പകരം കെ ജയചന്ദ്രനെയാണ് സംസ്ഥാന നേതൃത്വം പരിഗണിക്കുന്നത്. ഇനിയിപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ബാക്കി നിൽക്കുകയും ചെയ്തത്. എന്നാൽ ജില്ലാ നേതൃത്വത്തിന് എം മണി തന്നെ മത്സരിക്കണം എന്ന നിലപാട് തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയ ലിസ്റ്റിലും എം മണിയുടെ പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ജില്ലാ നേതൃത്വവുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് വിജയസാധ്യത പരിഗണിക്കുമ്പോൾ ഉടുമ്പൻചോലയിലെ മികച്ച സ്ഥാനാർത്ഥി അത് എം മണി മാത്രമാണ് എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ലിസ്റ്റ് കൈമാറിയത്. അപ്പോൾ ഈ സംസ്ഥാന നേതൃത്വം ആ പേര് തിരിച്ചയക്കുകയും കെ ജയചന്ദ്രനായിരിക്കും ഉടുമ്പൻചോലയിൽ മത്സരിക്കുക എന്ന കാര്യം ജില്ലാ നേതൃത്വത്തെ അറിയിക്കുകയുമായിരുന്നു. വിജയസാധ്യത എം മണിക്കാണ് കൂടുതൽ എന്നതാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലവിലെ വിലയിരുത്തൽ. എം മണി മത്സരിക്കുകയാണെങ്കിൽ ആളുകൾ രാഷ്ട്രീയം നോക്കാതെ എം മണിക്ക് വോട്ട് ചെയ്യും. അതിന് കാരണം 2 തവണ എം മണി മത്സരിച്ചിരുന്നു. ആദ്യ തവണ മത്സരിച്ചപ്പോൾ 5000 വോട്ടിന് താഴെയായിരുന്നു ലഭിച്ച ഭൂരിപക്ഷമെങ്കിൽ ഇത്തവണ ഏറ്റവും ഒടുവിൽ മത്സരിച്ചപ്പോൾ ഏതാണ്ട് 40,000 വോട്ടുകൾക്കായിരുന്നു എം മണി വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത് 3ാം തവണ മത്സരിക്കുമ്പോഴും അതിന്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് നേതൃത്വമുള്ളത്. അതിപ്പോൾ നേതാക്കളാണെങ്കിലും അണികളാണെങ്കിലും സാധാരണ ആൾക്കാരാണെങ്കിലും എം മണി തന്നെ ഉടുമ്പൻചോലയിൽ മത്സരിക്കണം എന്നതാണ് പറയുന്നത്. അപ്പോഴും സംസ്ഥാന നേതൃത്വം പറയുന്നത് കെ ജയചന്ദ്രൻ മത്സരിക്കണം എന്നുള്ളതാണ്. നേരത്തെ എം മണി മത്സരിക്കുന്നതിന് മുമ്പ് 3 തവണ കെ ജയചന്ദ്രൻ അവിടെ മത്സരിക്കുകയും 3 തവണ MLA ആവുകയും ചെയ്തിരുന്നു. അത് ജയചന്ദ്രന് ഗുണം ചെയ്തു എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എന്താണെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ പല രീതിയിലുള്ള പൊട്ടിത്തെറികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ജില്ലയിൽ സാധ്യതയുണ്ട്. റോഷ്നി, ഓക്കെ, അപ്പോൾ നാളെ CPIM സമിതിയുടെ മുന്നിലേക്ക് വരെ അന്തിമ പട്ടിക എത്തുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പല അസ്വാരസ്യങ്ങളും ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികളും നീരസങ്ങളും ഒക്കെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്.